അപ്പൊ കൊല്ലം വരെ വന്നിട്ട് നിങ്ങൾ ഒരാളുടെ വീട്ടിൽ പോയില്ലെങ്കിൽ അത് ഭയങ്കര മോശമാണ്. അന്നാണ് മോനെ എനിക്ക് വയറ് നിറച്ച് കിട്ടുന്നത്. പേരിന് വേണ്ടി ഞങ്ങൾ കുറച്ച് കപ്പയും നാടൻ ചിക്കൻ കറി കഴിക്കാൻ വേണ്ടി അറിയില്ലായിരുന്നു. നാടൻ ചിക്കൻ കറി, കപ്പ. ഹലോ, വെൽക്കം ബാക്ക് ടു അനുമോൾ അനുക്കുട്ടി ഉഷ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇതേ എനിക്കിന്നൊരു ഇനാഗുറേഷൻ ഉണ്ടായിരുന്നു കൊല്ലത്ത് കൊട്ടിയത്ത് ഒരു ബൊട്ടിക്കിന്റെ. അപ്പോൾ ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട് ഇതേ എന്റെ കൂടെ കുറച്ച് പേരുണ്ട്, ഞാൻ കാണിച്ചു തരാം. സൗണ്ട് ഇല്ലേ ആർക്കും? ഓക്കെ. അപ്പോൾ ഞങ്ങള് ഇന്നിപ്പോ ഇനാഗുറേഷൻ ഫസ്റ്റ് ടൈമാണ് ഇനാഗുറേഷന് ഞങ്ങൾ എല്ലാവരും ഫാമിലി മൊത്തത്തിൽ പോകുന്നത് കേട്ടോ. ശരിക്കും ഞങ്ങൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തായിരുന്നു, ഒരു വാഗമൺ ട്രിപ്പ്. അപ്പം അതെന്തായാലും അത് ഫ്ലോപ്പായി പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ചേച്ചിക്ക് ഓഫീസിൽ പെട്ടെന്ന് എത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങള് പ്ലാൻ മാറ്റി, ഞങ്ങൾ വേറൊരു ദിവസത്തേക്ക് ആക്കി. അപ്പൊ ഇത് കൊല്ലത്താണല്ലോ. അപ്പൊ കൊല്ലം വരെ വന്നിട്ട് നിങ്ങൾ ഒരാളുടെ വീട്ടിൽ പോയില്ലെങ്കിൽ അത് ഭയങ്കര മോശമാണ്. അപ്പൊ കുറെ നാളായിട്ട് വിളിക്കുന്നുണ്ട്. ബിഗ് ബോസിൽ വെച്ചേ പറയാറുണ്ട് എൻ്റെ അടുത്ത്, വീട്ടിൽ വരണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആളുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ആളുടെ വൈഫിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരത്ത് ആരാന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാണ്, നമ്മുടെ അഭിലാഷ്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അഭിലാഷിനെ. അല്ല, അമ്മയ്ക്കും അച്ഛനും ചേച്ചിക്കും എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അഭിലാഷിനെ. അപ്പോൾ ഞങ്ങൾ അഭിലാഷിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് സൂപ്പർ മാർക്കറ്റിൽ കയറി. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടുത്തെ സ്റ്റാഫുടെ എല്ലാവരും, പിന്നെ അവിടുത്തെ മാനേജറൊക്കെ. പിന്നെ അവിടുത്തെ സ്പെഷ്യൽ ഒരു ക്രിസ്മസ് കേക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, പ്ലം കേക്ക്. അത് അവിടുത്തെ നമ്മുടെ സുപ്രീം ബേക്കറി അല്ല, സുപ്രീമിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലാണ് കയറിയത്. അപ്പോൾ അവിടുത്തെ സ്പെഷ്യലാന്ന് പറഞ്ഞിട്ട് ഒരു കേക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും ബിഗ് ഫാൻ എന്നൊക്കെ പറഞ്ഞു, വോട്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ബിഗ് ബോസൊക്കെ കാണുമായിരുന്നു ഇവരെല്ലാവരും. ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങി. എത്താറായിട്ടുണ്ട്. കറക്റ്റ് ഞങ്ങൾക്ക് വീട് അറിയില്ല. ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടിട്ടാണ് പോകുന്നത്, മാപ്പ്. എത്താറായി. ഇനി എത്ര, ഒരു മിനിറ്റ് അല്ലേ? അച്ഛൻ ഉറങ്ങിയാ? എവിടെ? ഓക്കെ. എവിടെയാണോ? നമുക്ക് ആടെയും ചോദിച്ചു നോക്കാം. ആടെയും ചോദിക്കാം. ആണോ? ഞങ്ങൾ വീട് കണ്ടുപിടിച്ചു. ഞങ്ങൾ അബിയുടെ വൈഫിനെ വിളിച്ചിട്ട് സംസാരിച്ചു. വീട് കറക്റ്റ് ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ 2 കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അതോട് നിൽക്കുന്നത്. ഓക്കെ, ഇവള് അബിയുടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ. അല്ലേ? പറഞ്ഞു കാണും. നമ്മളാണെങ്കിൽ പറയില്ലേ? ഞാൻ പറയില്ല. സർപ്രൈസ് ആണെങ്കിൽ സർപ്രൈസ് ആണ്. ഓക്കെ. അബിയുടെ വൈഫ് വ്ലോഗ് എടുക്കുന്നു, ഞാനും വ്ലോഗ് എടുക്കുന്നു. ഓക്കെ. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യോ വീഡിയോ എടുക്കാൻ? പിടിച്ചോടി. എല്ലാം ഗേൾസ് മിണ്ടല്ലേ, കവിയോടെ കിടക്കും. അനുമോള് വരുന്നത് അറിയായിരുന്നു, അവിടെ വരുന്ന അറിയാം, പക്ഷെ അവള് വിളിച്ചില്ലല്ലോ എന്ന് എന്നോട് പറഞ്ഞു. അമ്മ, അച്ഛൻ,
പോറില്ല. ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു ഇപ്പൊ എടുത്ത ഫോട്ടോസ് ആണോ? ഇതൊക്കെ ബിഗ് ബോസിൽ അടിപൊളി ഫോട്ടോസ്. അയ്യോ ഞാൻ എന്റെ അത്ര ഉള്ള ഒരാളാ ആദ്യം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഭയങ്കര കണക്ട് ആണെന്ന് പറഞ്ഞാൽ ഹലോ കുഞ്ഞു ബേബി പറയാനുള്ള കേറി വന്നല്ലേ കാണാൻ വരാതെ ബേബി അമ്മ ചേച്ചി അച്ഛൻ എല്ലാരും അമ്മയുടെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് കണ്ടിട്ടുണ്ട്. ഞാൻ ഭയങ്കര പോകുമ്പോ ഏട്ടാ ഇതിങ്ങനെ പോസ്റ്റ് അയച്ചു തന്നപ്പോ എന്നോട് ചോദിച്ചേ അവള് വരുന്നല്ലോ അവനോട് പറഞ്ഞില്ലല്ലോ വരുമോ നോക്കട്ടോ മെനിഞ്ഞാന്നെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നാടൻ ചിക്കനൊക്കെ എന്നെ കൊണ്ട് ഇന്നലെ വാങ്ങിച്ച് കറിയൊക്കെ വെപ്പിച്ച് എനിക്ക് കഴിക്കാൻ തോന്നേട്ടാ ചിക്കൻ പക്ഷെ ഞാൻ രാവിലെ ചായ കൊടുത്തിട്ട് ഞാൻ ഡെയിലി ബ്ലോഗൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിട്ടും പറഞ്ഞു അവിടെ വെച്ച് ഞാൻ നിന്നിട്ടും പറഞ്ഞു അവളോട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഭയങ്കര കണക്ട് ആയി ഇറകളൊക്കെ സിഗിലാസിയാണ് ഈ കറക്കലില്ലേടി ഞാൻ നിന്നെ അടുത്ത് കറക്കുന്നില്ലേ ഇത് കുറെ പേജുകാരില്ലേ നമ്മുടെ കോംബോ കപ്പിൾ കോംബോ ഒക്കെ ഇറക്കി ബ്രദർ സിസ്റ്റർ കുറെ കുറെ പേര് ഇറക്കിയതിന് ശേഷമാണ് ഞാൻ ഇവള് മാരീഡ് ആണ് കല്യാണം കഴിഞ്ഞതാണെന്നൊക്കെ അറിഞ്ഞിട്ട് ഇല്ലില്ല കുറെ പേർക്കൊക്കെ അറിയായിരുന്നു. അന്നാണ് മോനെ എനിക്ക് വയറ് നിറച്ച് കിട്ടുന്നത്. എനിക്ക് ലാലേണ്ട മറക്കാൻ കൂടി പറ്റത്തില്ല എനിക്ക്. അയ്യോ ഉണ്ട് കുറെ ഉണ്ടോ ഇതിനകത്ത് നമ്മുടെ കുറെ മെമ്മറീസ്. ഇതെന്തോടെ യൂണിഫോം ഇട്ടിട്ട് മറ്റേ ഇത് ഭയങ്കര മെമ്മറിയാണ് ഇത് പറഞ്ഞ നീ അവരെ അതെ അതെ അവരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇത് രസമല്ല എല്ലാം ഇത് നോക്കിയേ. ഓ അടിപൊളി. എന്റെ പൊന്നെ ഇത് ഓർമ്മയുണ്ടോടി? ഏതാ? ഓർമ്മ ഇല്ലാതിരിക്കാന്നൂല്ല എല്ലാം നമുക്ക് ഓർമ്മ വന്നോണ്ടിരിക്കും. അച്ഛനാണോ? മോളുടെ നിന്റെ അച്ഛൻ. അച്ഛാ നമസ്കാരം. അച്ഛൻ കാറിൽ വന്നതാണോ? ഓക്കെ. ഇപ്പൊ ഞങ്ങൾ കപ്പയും കുറച്ച് ചിക്കൻ കറിയും കഴിക്കാൻ വേണ്ടി നാടൻ ചിക്കൻ കറി. ഞങ്ങൾ വീട്ടില് നാടൻ ചിക്കൻ മാത്രമേ മേടിക്കുള്ളൂ, വെള്ളക്കോഴി മേടിക്കില്ല, ബ്രോയിലർ. സത്യം മേടിച്ചു. നിങ്ങൾ ഞാൻ പറഞ്ഞ തള്ളായിട്ട് തോന്നുന്നുണ്ടോ? കണ്ട എക്സൈറ്റ്മെന്റ് ആണോ? ആണോ? എന്റെ അതൊക്കെ ഭംഗി കണ്ടിട്ടാണോ? ഓ താങ്ക് യു. കുട്ടിയുടെ അമ്മ, സ്വന്തം അമ്മ അല്ലേ? ചേട്ടൻ ഞാൻ ചെയ്തു ശരി. ഇത് ശ്രീകുട്ടിയുടെ ചേട്ടൻ ബ്രദർ ഒരാളെ ഉള്ളൂ. നിങ്ങൾ ഇത് ശ്രീകുട്ടിയുടെ ചേട്ടന്റെ വൈഫിന്റെ കുഞ്ഞ്. ഞങ്ങളൊരു ഫാമിലി. ഇത് അനിയത്തിയുടെ മക്കള് വലിയൊരു കൂട്ടുകുടുംബം. സോറി കൂട്ടുകുടുംബമാണല്ലോ അത്. അനിയത്തിയുടെ മോള്. ഓക്കെ. നീ നന്നായിട്ട് കുക്ക് ചെയ്യുമെന്ന് എന്റെ അടുത്ത് അഭിപ്രായം. നാടൻ ചിക്കൻ കറി, കപ്പ വളരെ കുറച്ച് കഴിക്കാട്ടാ. വാ വാ അഭി വാ വാ. രസം നോക്കി വെച്ചോ. ഇതെന്തോ നല്ലോണം ആരംഭിക്കോ? മതിയാ കട്ടയട്ടെ. ഇടി നല്ലപോലെ വിളമ്പിക്കൊടുക്കും. നീ ചുമ്മാ പരിപാടി കട്ടയോ? അതെടുക്ക ഞാൻ വെച്ചതാ.
രസം വേണം. നല്ല രസമാണ്. ഇവൻ ഇത് കഴിച്ചിട്ടൊക്കെയാണോ എന്റെ കൊള്ളാന്നൊക്കെ പറഞ്ഞത്? ഇല്ല, എന്റെ അടിപൊളി കറിയായിരുന്നു. സൂപ്പർ. അത് പറയാതിരിക്കാൻ പറ്റില്ല. നീ അതെന്താ ലിമിറ്റഡ് നമുക്ക് കിട്ടുന്ന ഒരു ചിക്കൻ മസാല ഇല്ല, ഒന്നുമില്ല. അതിനകത്ത് അത്രയും ലിമിറ്റ് സാധനങ്ങളുണ്ടല്ലോ. നീ ആയിക്കോട്ടെ, മിഷൻ ആയിക്കോട്ടെ, രണ്ടുപേരും. പിന്നെ ജിസൈൽ നല്ല അടിപൊളി കുക്കാണ്. ജിസൈൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് ജിസൈലും അടിപൊളിയാണ്. നമ്മുടെ അബിയുടെ വീട്ടിൽ വേറൊരു ഗസ്റ്റ് ഉണ്ട്, അല്ലമീൻ. എല്ലാവർക്കും അറിയാവുന്നൊരു അല്ലമീൻ. നമ്മള് ഇൻസ്റ്റയിൽ നമ്മൾ ചാറ്റ് ചെയ്തിട്ടുണ്ടല്ലേ, മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹായ് പറ. ഹായ്. എങ്ങനെ പോകുന്നു വീഡിയോസ് ഒക്കെ? ഇപ്പൊ ഇടയ്ക്ക് ഇഞ്ചുറി കിട്ടിയായിരുന്നു, ക്രിക്കറ്റ് കളിക്കാൻ പോയേ. കൈ ഒടിഞ്ഞ് സർജറി കഴിഞ്ഞ് കമ്പി എടുത്ത്. പിന്നെ ഇപ്പൊ ഷൂട്ടില്ല, വീഡിയോ ചെയ്യുന്നുണ്ട്. ചെയ്തായിരുന്നു. നിങ്ങളെ വീഡിയോസ് എല്ലാം അടിപൊളിയാണ് കേട്ടോ. നമ്മളെ വീട്ടിലെ പിള്ളേരെല്ലാം ഉമ്മായും ഇത്തേന്റെ ഫാനാണ്. എന്റെ ഫാനാണോ? ഇത് ഞാൻ ആദ്യം ഇട്ടത്. ഇത്താടെ മോളാണ്, ഇഫ്താൻ പറഞ്ഞ അവളെ അനുമോളെന്നാ വിളിക്കുന്നത് ഇപ്പൊ വീട്ടില്. ആണോ? ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ എനിക്ക് അറിയും. ഓ, അവളെ വിളിക്കുന്ന പേര്. അവളെ ഇപ്പൊ അനുമോളെന്നാ വിളിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ദീപു, എന്റെ ഫ്രണ്ടാണ്. ചേട്ടാ ഒന്ന് പോയി നോക്കിയേ. നീ അഭിനയിക്കയില്ലേ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ടല്ലേ? അച്ഛാ അങ്ങോട്ട് 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 എന്റെ ഫോണില്. നിന്റെ ഫോൺ നിന്റെ ഫോൺ എന്ന് പറഞ്ഞാൽ നിന്റെ ഫോൺ ഏതാ? എന്റെ ഫോൺ നിങ്ങളുടെ അനിയന്റെ കയ്യിൽ. ഇതിലെല്ലാവരും ഹായ് പറഞ്ഞേ. ബായ് പറഞ്ഞേ. നീ എടുത്തോ ബൈ പറഞ്ഞിട്ട് ബൈ. ഹാപ്പി ഹാപ്പി. ഭയങ്കര സന്തോഷം. എല്ലാരും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഹാപ്പി ആയിട്ട് പറഞ്ഞോട്ടെ, വിളിക്കാം. ആന്ന് പറഞ്ഞ പോലെ പറഞ്ഞു, വീട്ടിലോട്ട് പറഞ്ഞു. ഞാൻ ഇപ്പൊ ഇറങ്ങി തുടങ്ങി, ഇനി ഞാൻ വരും. അതെ അതെ. ഓക്കെ ബൈ. ഓക്കെ പോവാട്ടോ. ടാറ്റ അമ്മേ അച്ഛാ. ടാറ്റ ബൈ. മോനെ കുട്ട ടാറ്റ ബൈ. ഏത് കുട്ട? ഞാൻ ആ കുട്ടനല്ല ഉദ്ദേശിച്ചത്. മോനെ കുട്ട. ശരി ബൈ 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 ബൈ.